എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 27, 28, 29 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 2 ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. അവസാനത്തെ ശ്ലോകം 29ാമത്തെ ശ്ലോകത്തിൽ ചെറിയ എന്തൊക്കെയോ പിശകുകൾ. ആ ശ്ലോകം ഇന്ദ്രവജ്രയാണോ ഉപേന്ദ്രവജ്രയാണോ ഉപജാതിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ട് ചൊല്ലുമ്പോൾ. അത് ചൊല്ലുമ്പോൾ പറയാം. ആദ്യം നമുക്ക് 27ാമത്തെ ശ്ലോകം നോക്കാം. ഭൂയോപി ഭഗ്നാമവലോക്യ സേനാം ജ്വലന്നമർഷേണ ഭൃശം വിടൗജ സ്ഫുരത് സ്ഫുലിംഗച്ഛുരിതാന്തരീക്ഷം വജ്രം ജവേനൈവ മുമോച കൃഷ്ണേ. ആദ്യം പദച്ഛേദം പറയാം. ഭൂയ അപി ഭഗ്നാം അവലോക്യ സേനാം ജ്വലൻ അമർഷേണ ഭൃശം ബിഡൗജാഹ സ്ഫുരത് സ്ഫുലിംഗച്ഛുരിതാന്തരീക്ഷം വജ്രം ജവേന ഏവ മുമോച കൃഷ്ണേ. ഈ സൈന്യത്തിൻ്റെ പിന്തിരിഞ്ഞ ഓടൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇന്ദ്രൻ. ഇന്ദ്രന് കഠിനമായിട്ട് ദേഷ്യം വന്നു. അതാണ് പറയണത്. വിഡൗജാഹ. വിഡൗജസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്നാണ് അർത്ഥം. സകാരാന്ത ശബ്ദമാണ്. ഇന്ദ്രന് പെട്ടെന്ന് ദേഷ്യം വന്നു. അതാണ് ബിഡൗജാഹ ഭൂയോപി ഭഗ്നാം സേനാം അവലോക്യ. ഇന്ദ്രൻ നോക്കിയപ്പോൾ വീണ്ടും തകർന്ന് തരിപ്പണമായ, അതാണ് ഭൂയോപി, വീണ്ടും, ഭഗ്നാം തകർന്ന് തരിപ്പണമായ, തോറ്റു പിന്മാറിയ, സേനാം അവലോക്യ തൻ്റെ സൈന്യത്തെ, ദേവസേനയെ കണ്ടിട്ട്, അവലോക്യ സ്ഫുരത് സ്ഫുലിംഗച്ഛുരിത അന്തരീക്ഷം വജ്രം. ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരേ അക്ഷരങ്ങൾ ഒരേപോലെയുള്ളത് ആവർത്തിച്ച് വരികയാണ്. സ്ഫുരത് സ്ഫുലിംഗ ഛുരിത അന്തരീക്ഷം. വജ്രം, വജ്രത്തിൻ്റെ വിശേഷണമാണ്. വജ്രായുധം എങ്ങനെയുള്ളതാണ്? സ്ഫുരത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തെന്നിത്തെറിക്കുന്നതായ, പൊട്ടിത്തെറിക്കുന്നതായ സ്ഫുലിംഗങ്ങൾ. സ്ഫുലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നികണങ്ങൾ. അഗ്നികണങ്ങൾ കൊണ്ട് ഛുരിത അന്തരീക്ഷം. ഛുരിതം എന്ന് പറഞ്ഞാൽ വ്യാപ്തം, വ്യാപിച്ചു നിൽക്കുന്ന അന്തരീക്ഷം. അതായത് ഈ വജ്രായുധം അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വട്ടം കറങ്ങി അതിൽ നിന്ന് തീക്കണങ്ങൾ പുറത്തേക്ക് വരികയാണ്. ആ അഗ്നികണങ്ങൾ കൊണ്ട് ആകാശം മുഴുവനും ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. ഒന്നും വേറെ കാണാനില്ല. അഗ്നികണങ്ങളും തീയും പുകയും ഒക്കെ മാത്രമേ കാണാനുണ്ടാവുള്ളൂ. അത്ര ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് വജ്രം. അപ്പോൾ തൻ്റെ സൈന്യം തോറ്റോടി എന്നുള്ളതിൻ്റെ ദേഷ്യം കൂടിയായപ്പോൾ ഇന്ദ്രൻ പിന്നെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ തൻ്റെ വജ്രായുധം ശ്രീകൃഷ്ണൻ്റെ നേർക്ക് പറഞ്ഞയക്കുകയാണ്. ആ വജ്രായുധം അയക്കുക ചെയ്യണത്. വജ്രായുധം പോകുമ്പോഴത്തെ കാഴ്ചയാണ് ഇവിടെ പറഞ്ഞത്. സ്ഫുരത് സ്ഫുലിംഗച്ഛുരിത അന്തരീക്ഷം വജ്രം. തീനാളങ്ങൾ ഇങ്ങനെ പാറിപ്പോകുന്നതായ, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതായ തൻ്റെ വജ്രം എന്നു പേരുള്ള ആയുധം ജവേന, വേഗം തന്നെ, ജവേന ഏവ കൃഷ്ണേ മുമോച. ആരുടെ നേർക്കാണ് അത് അയച്ചത്? ശ്രീകൃഷ്ണൻ്റെ നേർക്ക്. ഇവിടെ ഗരുഡനാണ് കഠിനമായിട്ട് യുദ്ധം ചെയ്ത് ദേവന്മാരെ മുഴുവനും പേടിപ്പിച്ചതെങ്കിലും ഗരുഡനെ യുദ്ധത്തിനായിട്ട് പ്രേരിപ്പിച്ചത് ശ്രീകൃഷ്ണനാണല്ലോ എന്നുള്ള ആ ബോധ്യത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണൻ്റെ നേർക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട്, ശ്രീകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തൻ്റെ കയ്യിലിരുന്നതായ ഏറ്റവും മൂർച്ചയുള്ള തീക്കണങ്ങൾ പൊഴിക്കുന്നതായ വജ്രായുധം പ്രയോഗിച്ചു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാൻ അത് കണ്ടപ്പോൾ എന്താണ്ടായത് എന്നുള്ളതാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. സ്ഫുരത് പ്രഭാമണ്ഡല ദുർനിരീക്ഷം തത്പ്രേക്ഷ്യ വജ്രം തരസാഭിപാതി സവിഭ്രമം പാണി സരോരുഹേണ ജഗ്രാഹ മധ്യേ ജഗദന്തരാത്മാ. നമുക്ക് ആദ്യം പദങ്ങൾ പരിചയപ്പെടാം. സ്ഫുരത് പ്രഭാമണ്ഡല ദുർനിരീക്ഷം തത് പ്രേക്ഷ്യ വജ്രം തരസാഭിപാതി സവിഭ്രമം പാണിസരോരുഹേണ ജഗ്രാഹ മധ്യേ ജഗദന്തരാത്മാ. ഇതിൽ കാര്യമായിട്ട് പദച്ഛേദമൊന്നും പറയാനില്ല. ഇന്ദ്രൻ പ്രയോഗിച്ചതായ ഈ വജ്രായുധത്തിൻ്റെ, ആ വജ്രായുധത്തിനെ ഭഗവാൻ എന്താ ചെയ്തത്? ആ വജ്രായുധത്തിൻ്റെ പ്രഭയെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. ജഗത് അന്തരാത്മാ, ജഗത്തിന് മുഴുവനും ജീവൻ നൽകുന്ന, ജഗത്തിൻ്റെ അന്തരാത്മാവായിട്ടുള്ള, പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് ഭഗവാനാണ്. ജഗത്തിന് തത്സ്ഥിതി തുടരാൻ സാധിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ജഗദന്തരാത്മാ എന്ന് പറഞ്ഞത്. ജഗത്തിൻ്റെ ഉള്ളിൽ അന്തരാത്മാവായിട്ട് ജഗത്തിനെ പരിപാലിക്കുന്ന ആ ഭഗവാനുണ്ടല്ലോ ശ്രീകൃഷ്ണൻ. സ്ഫുരത് പ്രഭാമണ്ഡല ദുർനിരീക്ഷം തരസാഭിപാതി തത് വജ്രം.
ആ വജ്രത്തിനെ, ആ വജ്രായുധത്തിനെ, വജ്രായുധത്തിന് രണ്ട് വിശേഷണങ്ങളാണ് കൊടുത്തത്. സ്ഫുരത് പ്രഭാമണ്ഡല ദുർനിരീക്ഷം എന്ന് പറയുന്ന ഒരു വിശേഷണം, മറ്റൊന്ന് തരസാഭിപാതി. തരസാഭിപാതി എന്ന് പറഞ്ഞാൽ എന്താ? തരസ, പെട്ടെന്ന്, അഭിപാതി, വന്നു വീഴുന്ന. നല്ല വേഗതയിലാണ് അത് പറന്നു വരണത് ശ്രീകൃഷ്ണൻ്റെ മേലേക്ക്. അത് എത്രയും പെട്ടെന്ന് ശരീരത്തിലെത്തും, മേലേക്ക് വന്ന് വീഴുമെന്ന് ശ്രീകൃഷ്ണന് മനസ്സിലായി. അതിൻ്റെ വേഗതയെ സൂചിപ്പിക്കാനാണ് തരസാഭിപാതി എന്നുള്ള വിശേഷണം കൊടുത്തത്. മറ്റൊന്ന് സ്ഫുരത് പ്രഭാമണ്ഡല ദുർനിരീക്ഷം. സ്ഫുരത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒളി വീശുന്നതായ പ്രഭാമണ്ഡലം, അതിൽ തീനാളങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞുല്ലോ. ആ തീനാളങ്ങളുടെ ശക്തി കൊണ്ട് ദുർനിരീക്ഷം, നോക്കാൻ തന്നെ പറ്റാത്തതായ, നേരിട്ട് നോക്കാൻ, ആ വജ്രായുധത്തിനെ നമ്മുടെ മാംസചക്ഷുസുകൾ കൊണ്ട് നോക്കാൻ തന്നെ പറ്റില്ല. അത്രയ്ക്ക് ശക്തമായ ഒളിമിന്നലോട് കൂടിയിട്ടാണ്. നമ്മൾ ആകാശത്ത് ഇടിമിന്നുമ്പോഴൊക്കെ നോക്കാൻ പറ്റാറില്ലല്ലോ, അല്ലെങ്കിൽ സൂര്യനെ നോക്കാൻ പറ്റാത്തതൊക്കെ പോലെ, അതേപോലെയാണ് ഈ വജ്രായുധം ഭഗവാന്റെ അടുത്തേക്ക് വരണത്. അതുകൊണ്ട് തൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാത്ത, സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതും വളരെ വേഗത്തിൽ കറങ്ങി വരുന്നതുമായിട്ടുള്ള ആ വജ്രായുധത്തിനെ പ്രേക്ഷ്യ, കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട്, പാണിസരോരുഹേണ മധ്യേ സവിഭ്രമം ജഗ്രാഹ. ഭഗവാൻ എന്താ ചെയ്തത്? തൻ്റെ താമര പോലെയുള്ളതായ വളരെ മാർദ്ദവമുള്ളതായ കൈകൊണ്ട്, അതാണ് പാണിസരോരുഹേണ. വരുന്നത് വലിയ ചക്രമായിക്കോട്ടെ, തീ പറക്കുന്ന ചക്രമായിക്കോട്ടെ, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഗ്രഹിക്കാൻ ഭഗവാൻ തൻ്റെ വളരെ മാർദ്ദവമുള്ളതായ, ശോഭിക്കുന്നതായ, ചെന്താമര പോലെയുള്ളതായ കൈയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പാണിസരോരുഹേണ, തൻ്റെ താമര പോലെയുള്ളതായ കൈകൊണ്ട്, മധ്യേ, ആ വാളിൻ്റെ അല്ലെങ്കിൽ ആ വജ്രായുധത്തിൻ്റെ മധ്യത്തിൽ, സവിഭ്രമം ജഗ്രാഹ, സവിഭ്രമം, പെട്ടെന്ന് തന്നെ, സത്വരം ജഗ്രാഹ, അത് പെട്ടെന്ന് കയറി പിടിച്ചാൽ മാത്രമേ തടയാൻ പറ്റുള്ളൂ. അതിനെ തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരം മുഴുവനും മുറിവേൽക്കും ചെയ്യും. അതുകൊണ്ട് ഭഗവാൻ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം തന്നെ ആ വജ്രായുധത്തിൻ്റെ നടുക്ക് കയറി പിടിച്ചതിനെ തടഞ്ഞു എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. നിവൃത്യ സംഗ്രാമഭുവ പ്രയാതേ ഭയേന സൈന്യേ വിധതേ ച വജ്രേ ശക്രസ്ത്വമോഘൈരപരാജിതം തം പ്രാരബ്ധ തൈസ്തൈശ്ചാടുഭിർവിജേതും. ഇത് ചൊല്ലിയപ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നാലാമത്തെ വരിയിൽ ശരിക്കും അവിടെ ഒരു ദീർഘം ആവശ്യമില്ല, പക്ഷേ ആ വാക്ക് അങ്ങനെ തന്നെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ശക്രസ്ത്വമോഘൈരപരാജിതം തം, മൂന്നാമത്തെ വരി. പ്രാരബ്ധ തൈസ്തൈശ്ചാടുഭിർവിജേതും. ചാടുഭിർ എന്ന് പറയുന്ന അവിടെ ചാ എന്നുള്ള ദീർഘം ശരിക്കും പാടില്ല. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ വൃത്തഭംഗം വരുന്നുണ്ട്. ശരിക്കും പ്രാരബ്ധ തൈസ്തൈശ്ചടുഭിർവിജേതും എന്നേ പറയുന്നുണ്ട്. പക്ഷേ ചടു എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് സംസ്കൃതത്തിൽ ഇല്ല. അർത്ഥം കിട്ടണമെങ്കിൽ ചാടു എന്ന് തന്നെ വേണം. അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചതാവാം. പക്ഷേ ഇവിടെ ഒരു വൃത്തഭംഗം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രവജ്രയാണോ ഉപേന്ദ്രവജ്രയാണോ അല്ലെങ്കിൽ ഉപജാതിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ശ്ലോകം എന്നുള്ള നിലയ്ക്ക് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ആദ്യം പദച്ഛേദം പറയാം. നിവൃത്യ സംഗ്രാമഭുവ പ്രയാതേ ഭയേന സൈന്യേ വിധതേ ച വജ്രേ ശക്ര തു അമോഘൈഃ അപരാജിതം തം പ്രാരബ്ധ തൈഃ ചാടുഭി വിജേതും. തൻ്റെ സൈന്യം ഒളിച്ചോടിപ്പോയി, ആയുധങ്ങൾ പിന്മടങ്ങി, വജ്രായുധം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ വന്നപ്പോൾ ഇന്ദ്രൻ എന്താ ചെയ്തതെന്ന് പറയാണ്. ഭയേന, പേടികൊണ്ട്, സംഗ്രാമഭുവ, സംഗ്രാമഭൂമിയിൽ നിന്ന്, പഞ്ചമി ഏകവചനാണ് സംഗ്രാമഭുവ, അവിടെ നിന്ന് നിവൃത്യ, പിന്തിരിഞ്ഞിട്ട്, സൈന്യേ പ്രയാതേ, സൈന്യങ്ങളൊക്കെ ഓടിപ്പോയപ്പോൾ, ഇന്ദ്രൻ്റെ കൂടെ വന്ന സൈന്യങ്ങളൊക്കെ പേടിച്ചോടിപ്പോയി. ശ്രീകൃഷ്ണനെയും അതുപോലെ തന്നെ ഗരുഡനെയും കണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി രണ്ടാമത് വന്ന ആ സൈന്യങ്ങളൊക്കെ പേടിച്ചോടിപ്പോയി. ഗരുഡൻ്റെ മുഖഭാവം മാറിയല്ലോ. അപ്പോഴേക്കും സൈന്യങ്ങൾക്കൊക്കെ പേടിയായി, അവർ പോവുകയും ചെയ്തു. അതാണ് അവിടം വിട്ടിട്ട്, സംഗ്രാമഭൂമിയെ വിട്ടിട്ട്, സൈന്യേ പ്രയാതേ, സൈന്യങ്ങൾ പോയപ്പോൾ. മാത്രമല്ല വിധതയെ വജ്രേച്ച, വജ്രായുധവും തോറ്റുപോയി. ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ വജ്രായുധത്തിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ആ വജ്രായുധം കൊണ്ട് വെട്ടിക്കൊല്ലാമെന്നൊക്കെയാണ് ഇന്ദ്രൻ വിചാരിച്ചതെങ്കിലും ഇന്ദ്രൻ പ്രയോഗിച്ചതായ വജ്രായുധം സാക്ഷാൽ ഭഗവാന്റെ മുമ്പിൽ തോറ്റു പിന്മാറി.
അതാണ് വിധതേ നിഷ്ഫലേ. ആ ഇന്ദ്രൻ പ്രയോഗിച്ചതായ വജ്രായുധവും നിഷ്ഫലമായപ്പോൾ പിന്നെ ഇനി എന്തേ ഒരു വഴിയുള്ളൂ? ശക്രഹ്തു ഇന്ദ്രനാകട്ടെ അപരാജിതം തം ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്തവനായ ശ്രീകൃഷ്ണനെ, അതായത് സൈന്യങ്ങളെ കൊണ്ടായില്ല, ആയുധങ്ങളെ കൊണ്ടായില്ല, ഇന്ദ്രൻ പ്രയോഗിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള ഉഗ്രമായിട്ടുള്ള ആയുധം വജ്രായുധം, അതുകൊണ്ടും തോൽപ്പിക്കാൻ പറ്റിയില്ല. ഇനി ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ പറ്റൂല. എന്നാൽ പോലും ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പുറപ്പെട്ടു എന്നാണ് പറയണത്? തോൽപ്പിക്കാൻ പറ്റാത്തവനായ, ആരുടെ മുമ്പിലും തോൽക്കാത്തവനായ ആ ശ്രീകൃഷ്ണനെ അമോഘൈഹി തൈഹി തൈഹി ചാടുഭിഹി. അമോഘൈഹി എന്ന് പറഞ്ഞാൽ നല്ല കുത്തുവാക്കുകൾ, നല്ല സഫലമായിട്ടുള്ള. മോഘം എന്ന് പറഞ്ഞാൽ നിഷ്ഫലം, അമോഘം എന്ന് പറഞ്ഞാൽ സഫലം, സഫലങ്ങളായിട്ടുള്ള അതതു ചാടുഭിഹി തൈഹി തൈഹി ചാടുഭിഹി. ചാടു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തമാശ വാക്കുകൾ, ചാടുവചനം, ചൊല്ലിയിടും കേശവൻ എന്നുള്ള ദിക്കിലൊക്കെ ചാടു എന്നുള്ളത്, ചാടൂക്തി എന്നുള്ളതൊക്കെ സന്തോഷപൂർണ്ണമായിട്ടുള്ള വർത്തമാനം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അങ്ങനെയല്ല, കുത്തുവാക്കുകൾ എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് ആയുധങ്ങളൊക്കെ തോറ്റപ്പോൾ ചീത്ത പറഞ്ഞു തോൽപ്പിക്കാൻ പുറപ്പെട്ടു ഇന്ദ്രൻ, അതായിരിക്കണം ഉദ്ദേശിച്ചത്. അതാണ് അമോഘൈഹി തൈഹി തൈഹി ചാടുഭിഹി വിജേതും പ്രാരബ്ധ. അങ്ങനെ പറഞ്ഞു തോൽപ്പിക്കാൻ, ചീത്ത പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ആയുധങ്ങളൊക്കെ തോറ്റു പിന്മാറിയപ്പോൾ നാവുകൊണ്ട് വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ തോൽപ്പിക്കാം എന്ന് വിചാരിച്ച് പുറപ്പെട്ടു ഇന്ദ്രൻ എന്നാണ് കവി പറയണത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഭൂയോപി ഭഗ്നാമവലോക്യ സേനാം ജ്വലന്നമർഷേണ ഭൃജം ബിഡൗജ സ്ഫുരത് സ്ഫുലിംഗച്ഛുരിതാന്തരീക്ഷം വജ്രം ജവേനൈവ മുമോച കൃഷ്ണേ സ്ഫുരത് പ്രഭാമണ്ഡലദുർനിരീക്ഷം തത്പ്രേക്ഷ്യ വജ്രം തരസാഭിപാതി സവിഭ്രമം പാണി സരോരുഹേണ ജഗ്രാഹമധ്യേ ജഗദന്തരാത്മാ നിവൃത്യ സംഗ്രാമഭുവഃ പ്രയാതേ ഭയേന സൈന്യേ വിധതേ ച വജ്രേ ശക്രസ്ത്വമോഘൈരപരാജിതം തം പ്രാരബ്ധ തൈസ്തൈശ്ചാടുഭിർവിജേതും. അങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടൊന്ന് തോൽപ്പിക്കാൻ പറ്റുമോ നോക്കാം ശ്രീകൃഷ്ണനെ എന്ന് വിചാരിച്ചിട്ട് ഇന്ദ്രൻ പുറപ്പെടുകയാണ്. ബാക്കി എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.